ദൈവം നമ്മെ തേടിയിറങ്ങിയിട്ടുണ്ട്. ഒന്നാണോ 99 വലുത് എന്ന ചോദ്യത്തിന് സ്നേഹത്തിന് മുൻപിൽ ഉത്തരമില്ല. നഷ്ടപ്പെട്ട ഒന്ന് കൂടെയുള്ള 99 പോലെ തന്നെ വിലയേറിയതാണ്. നഷ്ടപ്പെട്ട ഒന്നിനെ തേടി കൈവശമുള്ള 99 മരുഭൂമിയിൽ വിട്ടുപോകുന്നത് ലോകത്തിൻ്റെ ലോജിക്കിൽ മണ്ടത്തരമാണെന്ന് തോന്നും. എന്നാൽ സ്നേഹത്തിൻ്റെ തലതിരിഞ്ഞ ലോജിക്കിൽ അതാണ് അത്യുത്തമം. 5 മക്കളുമായി നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞ് തോട്ടിൽ വീണാൽ 4 പേരെ വഴിയിൽ നിർത്തി അപ്പൻ തോട്ടിലേക്കെടുത്ത് ചാടില്ലേ? ആ കുഞ്ഞിനെ കണ്ടുകിട്ടുവോളം അവൻ തിരയില്ലേ? ദൈവത്തിന് നാം അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. ഈ തേടി ഇറങ്ങലാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. സ്വർഗത്തിലെ അംഗബലം കൂട്ടാനല്ല മനുഷ്യരക്ഷയ്ക്കായി ദൈവം മനുഷ്യനായത്. വിശുദ്ധ ബ്രജിത്തിന് യേശു ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഭൂമിയിൽ പാപിയായ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഇതേ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കാൻ ഞാൻ സന്നദ്ധനാകുമായിരുന്നു. ആളെണ്ണം വെച്ച് സ്നേഹത്തെ പകുത്തു നൽകുകയല്ല, ലോകത്തിൽ മറ്റൊരു മനുഷ്യാത്മാവില്ലായിരുന്നെങ്കിൽ എന്ന പോലെ മുഴുവൻ സ്നേഹവും തന്ന് ഓരോ വ്യക്തിയെയും സ്നേഹിക്കുന്നവനാണ് അവിടുന്ന്. ഇടയൻ നമ്മെ തേടിയിറങ്ങിയിട്ടുണ്ട്. എന്നാൽ കണ്ടുകിട്ടപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇന്ന് യേശുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന പലരും നഷ്ടപ്പെട്ടു പോയവരാണ് തങ്ങൾ എന്ന ചിന്ത പോലും ഇല്ലാത്തവരാണ്. ഇത്തരം ആടുകൾ ഇടയനെ കാണുമ്പോൾ ഒരു അപരിചിതനോട് എന്ന പോലെ അവനിൽ നിന്ന് ഓടിയകലും. എന്നാൽ ഇടയനിൽ നിന്ന് അകലെ സുരക്ഷിതമല്ലെന്ന് കരുതുന്ന ആട് തേടിയിറങ്ങിയവൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ഓടിയണയുന്നു. ഇടയൻ അതിനെ തോളിലേറ്റുന്നു. എപ്പോഴും ഓർമ്മയിലിരിക്കേണ്ട കാര്യം, ഇടയൻ്റെ ആലയിലാണ് ഒരാടിന് സുരക്ഷിതത്വം. ഇടയൻ നിർമ്മിച്ച മതിൽക്കെട്ട് ആടിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അതിർവരമ്പാണ്. ഈ അതിർവരമ്പിനെ അടിമത്വം എന്ന് വിളിക്കുന്നവർ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ തന്നെ ഈ ഉപമയോടൊപ്പം നാം കാണുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത പുത്രൻ്റെ മനോഭാവത്തിലാണ്. എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും ഞാൻ നിന്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. ലൂക്ക 15:29. ഭവനത്തിലായിരുന്നിട്ടും പ്രമാണങ്ങൾ അനുസരിച്ചിട്ടും ഇതെല്ലാം ഒരു അടിമത്വവും ദാസ്യവേലയുമായി കരുതുന്ന മൂത്തപുത്രൻ ദൈവമകൻ്റെ അഥവാ മകളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ഒരിക്കലും ആത്മീയ ജീവിതം നമുക്ക് ആനന്ദകരമാവില്ല. ദൈവം നൽകുന്ന സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഒന്നുകിൽ ധൂർത്തപുത്രനെപ്പോലെ നാം സ്വയമേ പുറത്തുപോകും, അല്ലെങ്കിൽ മകനായിരുന്നിട്ടും ഒരു അന്യനെപ്പോലെ ഭവനത്തിൽ വസിക്കേണ്ടതായി വരും. അവസാനമായി തിരുസഭയാകുന്ന ആലയിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. കാറ്റും കോളും ഉണ്ടായപ്പോൾ യേശു തലയിണ വെച്ചുറങ്ങിയ പത്രോസിൻ്റെ വള്ളം തന്നെയാണ് സഭ. എന്നാൽ ഈ വള്ളത്തിലുള്ളവർ സുരക്ഷിതരാണ്. കാരണം ഈ വള്ളം തുഴയുന്നത് പത്രോസ് ആണെങ്കിലും നയിക്കുന്നത് ക്രിസ്തുവാണ്. ദൈവകൃപ നമ്മിൽ സമൃദ്ധമാകുവാൻ വേണ്ടി ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.